സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ. വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷത്തെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞതായി ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജ. ഏത് വിധത്തിലും വോട്ട് ശേഖരിക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുന്നതെന്നും ആനി രാജ പറഞ്ഞു. എടവണ്ണയിൽ ചാനൽ 8 ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി ഞാൻ മാർച്ച് മാസം 1-ാം തീയതി വന്നതാണ്. ആ 1-ാം തീയതി മുതൽ ഇന്ന് നാളെ പരസ്യ പ്രചാരണമെല്ലാം അവസാനിക്കുന്ന ഒരു ദിനമാണ്. അത് ഇതുവരേക്കും എത്തി നിൽക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ആളുകൾ കൂടുതൽ എന്നെ മനസ്സിലാക്കുകയും എന്നിൽ വലിയ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവര് ആ ഒരു രീതിയിലൊരു വിശ്വാസം അർപ്പിക്കുന്ന, അവരെന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിലാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഈ മണ്ഡലം ഇടതുപക്ഷത്തെ വരവേൽക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്നുവരെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ശുഭപ്രതീക്ഷയിലാണ്. ഇടതുപക്ഷവും പ്രധാനമന്ത്രിയുടെ അല്ല, ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ല. അതിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ സ്ത്രീകളുടെ കെട്ടുതാലി ഒന്ന് നോക്കിയോളൂ, എന്തൊരു സ്ത്രീ വിരുദ്ധതയാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീകളെ അവരുടെ ഒരു വീക്ക് പോയിന്റ്, ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് മംഗല്യ സൂത്രം എന്ന് പറഞ്ഞാൽ, കെട്ടുതാലി എന്ന് പറഞ്ഞാൽ വലിയ അതിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ വലിയ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു വിഷയമാണത്. ആ കെട്ടുതാലി പറിച്ചെടുക്കുമ്പോൾ ഇനി അതിനപ്പുറത്തേക്ക് ഇത്രയും പടുകുഴിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി കൂപ്പുകുത്തി എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ. അത് ഒന്ന് മുസ്ലിമുകൾക്കെതിരായിട്ട് വേറൊന്നും ഇനി പറയാനില്ല. അതുകൊണ്ട് ഉടനെ കെട്ടുതാലി പോലും പറിച്ചെടുത്ത് കോൺഗ്രസ് വന്ന ഇവർക്ക് വേണ്ടി കൊടുക്കുമെന്ന് പറയുന്ന, അപ്പോൾ ഈ ഇത്രയും എന്താണ് പറയുക, ഇത്രയും മ്ലേച്ഛമായ ഒരു പ്രചാരണ തന്ത്രം സ്വീകരിക്കുന്ന പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് ആദ്യമായിട്ടാണ് ഇത്രയും എന്താ പറയുക, ഒരു ലോ ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പം ഈ BJP സംഘപരിവാറിനെ സംബന്ധിച്ച്, ഫാസിസ്റ്റ് ശക്തികളെ സംബന്ധിച്ച് 10 വോട്ട് 2 സീറ്റ് ഏത് വിധത്തിലും വാങ്ങുക എന്നുള്ളതാണ്. സ്ത്രീകളുടെ ഒരു സെന്റിമെന്റിനെ വിറ്റിട്ടാണെങ്കിലും അവരുടെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം, അത് ഈ മംഗലസൂത്ര താലി എന്ന് പറയുന്നത്, അതിനെ വിറ്റിട്ടായാലും അതിനെ ഇത് ചെയ്തിട്ടായാലും 10 വോട്ട് വാങ്ങുക, 2 സീറ്റ് വാങ്ങുക, ഭരണത്തിലിരിക്കുക, ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി, ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക. ആ അജണ്ടയ്ക്ക് വേണ്ടി ഏത് ലെവൽ കീഴെ പോകണമെങ്കിലും അത് കീഴെ പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി. ഈ രാജ്യത്തിന്റെ ഒരു വലിയ ദുരന്ത അവസ്ഥ തന്നെയാണത്. ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രാധാന്യം പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്? അല്ല, ഇതിന് ഞാൻ നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും വർഗീയ ഫാസിസം കൈയടക്കി കഴിഞ്ഞിരിക്കുക. അതിന് ഇനി അത് വരാൻ പോകുന്നുള്ളെന്നോ അല്ലെ പകുതി വന്നിരിക്കുന്നുള്ളെന്നോ അതൊന്നുമല്ല. ഇൻക്ലൂഡിങ് ജുഡീഷ്യറി ഇപ്പൊ എങ്ങനെയാ പെട്ടെന്നൊന്ന് മാറിയെന്നുള്ള അതിന്റെ കഥയൊക്കെ വേറെയാണ്. പക്ഷെ അതർ ദാൻ ദാറ്റ് എല്ലാ ഡെമോക്രസിയുടെ all 4 pillars, legislature, executive, judiciary and press, ഇതെല്ലാം തന്നെ ഒരു ടെർമൈറ്റ് മാതിരി ഈ സംഘപരിവാർ അവരുടെ കൺട്രോളിലായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അവരുടെ കൺട്രോളിലാകുന്നത് കൊണ്ട് കഴിഞ്ഞ ഒരു സാഹചര്യം അതൊന്നുണ്ട്. പിന്നെ ഇന്ത്യൻ പാർലമെന്റിനെ ദുരുപയോഗം ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ ആ ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ ക്യാരക്ടർ തന്നെ ചേഞ്ച് ചെയ്യുക. അപ്പൊ ആ ഭരണഘടനയുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ
പാർലമെന്റിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ പല വിധത്തിൽ സ്ത്രീകൾ ഇത് ഇമ്പാക്റ്റ് ആവുന്നുണ്ട്. ലേബർ കോഡ് കൊണ്ടുവന്നു, കുറേ 1044 തൊഴിൽ നിയമങ്ങൾ ഉടച്ചു വാർത്തുകൊണ്ട് ലേബർ കോഡ് 4 ലേബർ കോഡ് കൊണ്ടുവന്നു. അതിലെങ്ങനെയാണ് ഈ മിനിമം വേജ് ഫിക്സ് ചെയ്യുന്നത്? വലിയ ഇൻട്രസ്റ്റിന് അത് ഈ ഒരു 10 കൊല്ലം മുമ്പുള്ള കോൺഗ്രസ് അല്ല ഇന്നുള്ളത്. അന്ന് ആ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാൾ വേർഡ്സുകളും, അത് കപിൽ സിബലായിരുന്നാലും ശരി, അത് ഇവിടെ നമ്മുടെ കാശ്മീർ ഗുലാം നബി ആസാദ് ആയിരുന്നാലും ശരി, അങ്ങനെയുള്ള ആ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ലീഡേഴ്സ് ഉണ്ട്. തലയ്ക്ക് താഴ്ത്താമസമുള്ള ലീഡേഴ്സ് ഉണ്ട്. അവരെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. കുറെ ആളുകൾ BJP പോയി ചേർന്ന്, കുറെ ആളുകൾ സ്വന്തം പാർട്ടി ഉണ്ടാക്കി, കുറെ ആളുകൾ എവിടെയും പോകാതെ കപിൽ സിബലിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇന്ന് ആ പാർട്ടിയുടെ കപ്പാസിറ്റി എന്താ? ഇന്ന് ഈ ഭരണം കിട്ടിയാൽ ആ പാർട്ടിയുടെ കപ്പാസിറ്റി എന്താ? അത് ഈ ആളുകൾ ഇപ്പോഴും പണ്ടത്തെ നെഹ്റുവിൻ അല്ലെങ്കിൽ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആണെന്നുള്ള ധാരണയല്ലേ ഇരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് അല്ല, രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസും അല്ല എന്നുള്ളത് ഈവൻ അതിനുശേഷം വന്ന മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസ് പോലും അല്ല ഇന്ന് ഇപ്പോ ഇത്. ഈ ഇടതുപക്ഷത്തിന്റെ അറ്റ്ലീസ്റ്റ് ഔട്ട്സൈഡ് സപ്പോർട്ടെങ്കിലും ഇല്ലാതെ കോൺഗ്രസിന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനോ അത് നടത്തിക്കൊണ്ട് പോകാനോ സാധ്യമല്ല. കാരണം വിഷൻ ഇല്ലാത്ത, നിലപാടില്ല, അതുപോലെ ദീർഘവിഷൻ ഇല്ലാത്തതാണ് ഇന്ന് കോൺഗ്രസ്, അതിന്റെ നേതൃത്വം. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ കയ്യിലോട്ട് ഒരു ഭരണം വന്നാൽ അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാ പറയുന്നത്, ഇവിടെ വന്നിട്ട് മത്സരിക്കുന്നത് പോട്ടെ, ഇവിടെ വന്നിട്ട് ഈ മുഖ്യമന്ത്രി എന്താ ജയിലിൽ കിടക്കാതെന്ന് ചോദിച്ചാൽ അവനെ എന്ത് പറയണം അയാളെ? ഈ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം എന്ന് പറയുന്ന ഒരു സാധനം അറിയില്ല രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതല്ലേ അത്. അതുപോലെ അയാളെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു തമാശ പോലെയാണ്, കുട്ടിക്കളിയാണ്. അവിടെ രാഹുൽ ഗാന്ധിക്ക് എന്താണ് കേജ്രിവാളിന് വേണ്ടി കൈപൊക്കി എല്ലാവരും നിന്നു, അവിടെ പോയി ഡി രാജയെ പോയി കെട്ടിപ്പിടിച്ചു, ഇതെല്ലാം ചെയ്തു. എന്നിട്ട് പറഞ്ഞു യു ആർ കണ്ടസ്റ്റിംഗ് അഗേൻസ്റ്റ് മീ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇതാക്കി തമാശയാക്കി അത് ചെയ്തു. ഇവിടെ വന്നിട്ട് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ നാഷണൽ സെക്രട്ടറി അല്ലേ സീതാറാം യെച്ചൂരിയുടെ കൈ പിടിച്ചുണ്ടല്ലോ അവിടെ വന്ന്. ഇവിടെ വന്നിട്ട് അത് ചോദിക്കുന്നത് അത് എന്ത് മാനസികാവസ്ഥയത്, എന്തെങ്കിലും ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസിന് ഭരണം കിട്ടിയാലും അത് ഇന്ന് ഉള്ള ഇതുകൊണ്ട് ഫാസിസം എല്ലായിടത്തിലും അതിന്റെ എന്താണ് വിത്തുകൾ വിതച്ചു കഴിഞ്ഞിരിക്കുക. അതിനെയെല്ലാം ഒന്ന് ശരിപ്പെടുത്തി എടുക്കണമെങ്കിൽ തന്നെ കുറച്ച് വർഷങ്ങൾ പിടിക്കും. അത് ശരിപ്പെടുത്തി എടുക്കണമെങ്കിൽ അതിൻ്റെതായ വിഷൻ വേണം. ഓരിപ്പോ എഡ്യൂക്കേഷനെ കമ്മ്യൂണലൈസ് ചെയ്തിരിക്കുകയാണ്, എഡ്യൂക്കേഷനെ പ്രൈവറ്റൈസ് ചെയ്യുക. അതിനെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യുകയും അതിനൊരു വിഷനോട് അതിന്റെ പ്രോഗ്രാംസ് പോളിസീസ് കൊണ്ടുവരാനുള്ള ത്രാണിയുള്ളവർ വേണം. ആരാണ്? ഇത് ഈസിയല്ല. ഭരണം കിട്ടിയ എല്ലാം ഉടനെ അങ്ങ് എല്ലാം പിന്നെ അങ്ങ് ഇതല്ല. ഭരണം കിട്ടിയാൽ 5 വർഷം പോരാ നമുക്ക് ഈ ഫാസിസം തകർത്തതിനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി. അതിന് ചങ്കുറപ്പുള്ളവർ വേണം അതിൻ്റെ അകത്ത്. കാരണം പലതും തിരുത്തി എഴുതണമെങ്കിൽ നിലപാടില്ലെങ്കിൽ നടക്കില്ല. അത് പിന്നെ മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്നവരാണെങ്കിൽ ഒട്ടും നടക്കില്ല. ആ തിരുത്തലുകൾ ഫാസിസം വിതച്ച ആ വിത്തൊക്കെ മുളച്ച് കുറെ വളർന്നിരിക്കുക. ആ അതിനെയൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ അതിന് ഒരു കൺവിക്ഷനോടെ വർക്ക് ചെയ്യുന്ന, അത് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും പൂർണ്ണമായും വിശ്വസിക്കുന്നവരായിരിക്കണം. വോട്ടിന് വേണ്ടി സീറ്റിന് വേണ്ടി ജനാധിപത്യം മതേതരത്വം പറയുന്ന കോൺഗ്രസ്സുകാരിരുന്ന് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ലെഫ്റ്റ് ഇല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുണ്ടോ എന്താണല്ലോ കോൺഗ്രസ് മതിയല്ലോ അവിടെ എന്ന് പറയുന്നത്. വിത്തൗട്ട് ലെഫ്റ്റ് വാട്ട് ഈസ് ലെഫ്റ്റ് ഫോർ കോൺഗ്രസ്? അതൊരു ചോദ്യം. UPA കാലത്ത് ലെഫ്റ്റ് ഇല്ലെങ്കിൽ അവിടെ അവരെന്തുണ്ടാക്കുമായിരുന്നു? It's only because of left and the pressure put up by left. All those legislations. ഞാൻ വലിയ ആളുകളോട് പറയാം, ഞാനൊരു ഇവിടെ നിയമത്തിന്റെ
കരട് തയ്യാറാക്കണം, എല്ലാം ആ സമയത്ത് നടന്ന സംഭവമല്ലേ. അതല്ലാതെ അതിനെ ഒന്ന് ക്ലെയിം ചെയ്യാൻ പോലും, ഓണപ്പ് ചെയ്യാൻ പോലും ഇവർ തയ്യാറായ. ഈ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് എന്താണ് ലാർജസ്റ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇയാളാ കൊണ്ടുവന്നത് പറയും. ലാർജസ്റ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ലോകത്തില് നടത്തിയ രാജ്യം ഇന്ത്യയാണ്. അത് വന്ന് ഈ NREGയുടെ ത്രൂ ആണ് എല്ലാവർക്കും അക്കൗണ്ട് ബാങ്ക് വഴിയാക്കിയത്. ആരാ? കോൺഗ്രസ് UPA ഗവൺമെന്റ് ലെഫ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് അത് ക്ലെയിം ചെയ്യണ്ടാവില്ല, ഉണ്ടാതിരിക്കുകയാണ്. ഇപ്പൊ ലെഫ്റ്റ് വിത്തൗട്ട് ലെഫ്റ്റ് കോൺഗ്രസിന് ഇനി 400 സീറ്റ് കിട്ടിയാലും ഐ എം ടെലിംഗ് യു ശൈലജ അതിന് അത് കാണിച്ച തെമ്മാടിത്തം എന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് പറഞ്ഞ തെമ്മാടിത്തം എന്നാണ് പറയുന്നത്. അതാണ് ഈ കോൺഗ്രസ് ഇതാണ് കോൺഗ്രസ്. ബുദ്ധിയോ ഇല്ല, ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇല്ല എന്ന് മാത്രമല്ല, ഒരു ഐഡിയോളജി ഉണ്ടെങ്കിലേ ഐഡിയോളജിക്കലി ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് നെറുകേടും ചെയ്ത് ഇത് ഒരു സീറ്റ് വാങ്ങുക എന്നുള്ളതാണ്. മറ്റ് എതിരാളിയെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുക. രാഷ്ട്രീയത്തിലെ എതിരാളി എന്ന് പറഞ്ഞാൽ അത് ശത്രുവല്ല, ഒരു പൊളിറ്റിക്കൽ ഒപ്പോണന്റ് എന്നേ ഉള്ളൂ, ഐഡിയോളജിക്കൽ ഒപ്പോണന്റ് എന്നേ ഉള്ളൂ. ഐഡിയോളജി ഉണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെ ഒരു കാണാൻ പറ്റുള്ളൂ. അവർക്കതല്ല, അവർക്ക് പേഴ്സണൽ ശത്രുവായിട്ടാണ്. അപ്പൊ ആ ശത്രുവിനെ ഇതെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്താന്ന് പറയുക, ഈ ഖാ പഞ്ചായത്തിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് നടന്നു. ഒരു ദളിത് പയ്യൻ ഒരു ബ്രാഹ്മിൺ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഉടനെ ബ്രാഹ്മിൺ ഖാപ്പ് എല്ലാം കൂടെ കാരണന്മാരെല്ലാം കൂടി മീറ്റിംഗ് ചേർന്ന് അവിടുത്തെ ചെറുപ്പക്കാർ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആ ദളിത് കോളനി പോയിട്ട് അവിടുത്തെ ഒരു 10 പെൺകുട്ടികളെ അങ്ങ് റേപ്പ് ചെയ്തോളാൻ പറയും. ഉടനെ ഇവരവിടുന്ന് അങ്ങ് പോകും. ഒരു ഖാപ്പ് മെന്റാലിറ്റിയാണ് കോൺഗ്രസിന്റെ. ഈവൻ ഇത് ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഇതെല്ലാം ചെറുപ്പക്കാരാണ്. Zara Golden Diamond, CPA ജംഗ്ഷൻ, എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ.